സോ കം ഓൺ, ലെറ്റ്സ് ടു എക്സ്പ്ലോർ ദ നൈറ്റ് വൈബ് ഓഫ് തായ്ലൻഡ്. അതെ, തായ്ലൻഡിൻ്റെ രാത്രി കാഴ്ചകൾ നമുക്ക് കാണാം. ഇപ്പോൾ പട്ടായയിലാണുള്ളത്. എല്ലാവരും പട്ടായി പോകണം എന്ന് പറയുന്നതിൻ്റെ റിയൽ റീസൺ ഈ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് ആണോ എന്നെനിക്ക് സംശയമുണ്ട് കേട്ടോ. കാരണം ഇതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ്. നമ്മുടെ നാട്ടിനെ വെച്ച് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. കാസിനോസ് ഉണ്ട് ആൻഡ് സെക്സ് ടൂറിസം സപ്പോർട്ട് ചെയ്യുന്ന കൺട്രിയാണ് തായ്ലൻഡ്. അപ്പോൾ ഈ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് തരാം. ഇത് കൂടുതലായിട്ട് ഷൂട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല, കാരണം അവർ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും അത്ര കാര്യമായിട്ട് അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല വിഷ്വൽസ്. ബൈ ദ വേ, ഈ ഒരു വാക്കിംഗ് സ്ട്രീറ്റിന് ശേഷം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അൽക്കാസർ ഷോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോ കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് കംപ്ലീറ്റ്ലി ട്രാൻസ്ജെൻഡേഴ്സാണ് ഈ ഒരു ഷോ ചെയ്യുന്നത് കേട്ടോ. LGBT കമ്മ്യൂണിറ്റീനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമാണ് ഇത് കംപ്ലീറ്റ്ലി ചെയ്യുന്നത്. ആൻഡ് നമുക്കത് പക്ഷേ തോന്നത്തേയില്ല, അത്രയും സുന്ദരിമാരായിട്ടാണ് നമുക്ക് അവരെ കാണാൻ പറ്റുക. വൺസ് ഈ ഒരു ഷോ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരൊക്കെ തന്നെ കുറച്ചപ്പുറത്തായിട്ട് വരും. അവിടെ നിന്ന് നമുക്ക് ഇവരുടെ കൂടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനും പറ്റും. അപ്പോൾ അതിന് സെപ്പറേറ്റ് ഒരു ചാർജ് കൊടുക്കേണ്ടി വരും. അവർ നമ്മളെ കൈകാട്ടി വിളിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഫ്രീ ആയിട്ട് പോയി ഫോട്ടോ എടുക്കാമെന്ന്. പക്ഷേ പറ്റത്തില്ല. പൈസ കൊടുത്താൽ മാത്രമേ നമുക്ക് അവരുടെ കൂടെ ഫോട്ടോ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. ദെൻ തായ്ലൻഡിലേക്ക് വരുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ, സ്പെഷ്യലി നിങ്ങൾ ബാച്ചിലർ ആയിക്കോട്ടെ ഫാമിലി ആയിട്ട് വരുന്നവരാണെങ്കിലും, രണ്ടുപേർക്കും രണ്ട് വ്യത്യാസമായിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നത്. ഇപ്പോൾ ബാച്ചിലറായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോട്ടലിൽ അക്കോമഡേഷൻ എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ വാക്കിംഗ് സ്ട്രീറ്റിൽ പോകുമ്പം, അല്ലെങ്കിൽ ഏതൊരു സ്ട്രീറ്റിലായിക്കോട്ടെ, പല പെൺകുട്ടികളും നിങ്ങളെ അപ്രോച്ച് ചെയ്യും. നിങ്ങളെ പറഞ്ഞൊരു ചെറിയ എമൗണ്ടിനൊക്കെ വേണ്ടിയിട്ട് വരും. മസാജൊക്കെ ഓപ്ഷൻസ് ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഹോട്ടൽ റൂമിലേക്ക് ഈ പെൺകുട്ടികളെ കൊണ്ടുവരുന്നതിന് മുൻപ് ഒരു കാര്യം, ഒരു എന്താ പറയേണ്ടത്, ഒരു നിർദ്ദേശമായിട്ട് പറഞ്ഞോട്ടെ. സംഭവം പലപ്പോഴും പല പെൺകുട്ടികളെ നമ്മൾ റൂമിൽ കൊണ്ടുവന്നാലായിരിക്കും നമുക്ക് മനസ്സിലാവുക ഇത് പെൺകുട്ടിയല്ല, ഇത് ലേഡി ബോയ് ആണ് എന്നുള്ള കാര്യം. അപ്പോൾ അത് ആ ഒരു സമയത്തായിരിക്കും നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുക. ദെൻ രണ്ടാമത്തെ ഒരു സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ പെൺകുട്ടിയാണെങ്കിൽ പോലും അല്ലെങ്കിലും അവർ അഗ്രസീവ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ എമൗണ്ട് അല്ലാണ്ട് വൺസ് റൂമിൽ എത്തിയതിന് ശേഷം അവർ എക്സ്ട്രാ എമൗണ്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ ചോദിച്ച് ഇഷ്യൂസ് ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മുടെ ഹോട്ടൽ റൂമിലേക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവരാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇങ്ങനെ ഒരു വാർണിംഗ് ഉണ്ട് കേട്ടോ. അവർ വൺസ് നമ്മൾ പൈസ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെയുള്ള TVയോ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് അവരങ്ങ് പോകും. നമ്മളായിരിക്കും അതിന് റെസ്പോൺസിബിൾ ആവുക, പൈസ കൊടുക്കേണ്ടി വരിക, നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരിക. അപ്പോൾ ആ കാര്യം നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള തട്ടിപ്പുകൾ കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ. അപ്പം അങ്ങനെ തായ്ലൻഡിൽ വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. യെസ്, അങ്ങനെ അൽക്കാസർ ഷോ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതിന് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതാണ്. അതിന് ശേഷം വളരെ വിശാലമായിട്ടുള്ള ഒരു ഫുഡ് സ്ട്രീറ്റ് കൂടി നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട്. പല ഡിഫറെൻറ്റ് ക്വിസീൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി അത് കാണാം. പലതരം വെറൈറ്റി ഫുഡൊക്കെ കഴിക്കണം എന്നുള്ള ആൾക്കാർ മസ്റ്റായിട്ടും വരേണ്ട സ്ഥലമാണ് അല്ലേ. എന്ത് കിട്ടും നമുക്ക്? പുഴു എവിടെ? പുഴു Oh, that's cute.
the most waited item. Along with the mango, with ice cream, little rice. Okay. Mango എടുക്കുക, പിന്നെ ഐസ്ക്രീം ആണ്, സ്റ്റിക്കി റൈസ് ഉണ്ട്, എല്ലാം കൂടെ മിക്സ്. Sticky rice, ice cream, mango. കഴിച്ച് വരുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റ്. പക്ഷെ ഇത് എന്റെ അല്ല, ഇത് ഞാൻ വേറൊരാളുടെ പാത്രത്തിൽ നിന്ന് കൈയിട്ട് വാരിയതാ. കൊടുക്കാം, പുള്ളിയുടെയാ. It's okay, no issue. നോ ഇഷ്യൂ, കൊടുക്കുന്നില്ല, അതുകൊണ്ടാ. പുള്ളി കിട്ടുന്നില്ല ലാസ്റ്റ്. താങ്ക് യു. No problem. Many times I'll have in Doha. Oh really? Yeah, I used to go. My wife First likes time I'm having it. You visit then Saffron restaurant I told, right? You visit there. You get a lot of artisan items. So good. Wait. ഒരാൾ ഇവിടെ ഉണ്ട്, ആ ആള് വാങ്ങിച്ചാള് അവിടെ കൈ വാങ്ങിച്ചാള് ഇപ്പൊ എങ്ങാനും കിട്ടുമോ? കഴിഞ്ഞു. This is Thailand മുന്തിരി. ടേസ്റ്റ് സിമിലറാ, പക്ഷെ വലിപ്പം കൂടുതലാ. It's also taste good. ഫ്രൂട്ട്സ് എല്ലാം ഭയങ്കര ടേസ്റ്റ്, ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആട്ടോ.